ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരു മുളക് കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മീൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുള്ളൻ മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം, പിന്നെ മുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് പൊടി മസാല ഇതൊക്കെ ആയിട്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ചെറിയുള്ളി. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി നിങ്ങൾക്ക് പറയാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയുള്ളി എടുത്തത് ഒരുപാട് പൊടിയായിട്ട് കുഞ്ഞു ചെറിയുള്ളിയാണ്, നല്ല സ്മോൾ ചെറിയുള്ളിയാണ്. അത് കാരണം ഞാനിപ്പോൾ ഇവിടെ 10-20 എടുത്തിട്ടുണ്ട്. ഇതിന് ഇത്തിരി വലുപ്പമായിട്ട് ചെറിയുള്ളി വരുന്നുണ്ടെങ്കിൽ ഒരു കറിയാക്കിയാൽ മതി, ഒരു 10-12 എടുത്താൽ മതി, 15 എടുത്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ ഒരു 5-6 വെളുത്തുള്ളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 കൂടായിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇതേപോലത്തെ ഒരു ചോപ്പർ എടുത്തിട്ട് ചോപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ചോപ്പറിലേക്ക് മിക്സിങ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി, പൾസ് മോഡിൽ. അങ്ങനെ ഇല്ലേക്ക് അമ്മിക്കല്ല് ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2-3 ഓപ്ഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നന്നായിട്ട് ഞാൻ ചോപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി എടുത്തിട്ട് ഇതേപോലത്തെ നമുക്ക് ഒരു തക്കാളി എടുത്തിട്ട് അതിൽ കൂടെ നമുക്ക് ഇതേപോലത്തെ ഒന്ന് ചോപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിലേക്ക് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ തൊട്ടോടെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ ഓരോ തക്കാളി ഞാൻ ഇതിലേക്ക് ചോപ്പാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ നമുക്ക് നേരത്തെ ചെറിയുള്ളി ഇതൊക്കെ ചോപ്പാക്കി എടുത്താൽ ഇതേ രീതിക്ക് നമുക്ക് തക്കാളി കൂടെ ഇതേപോലത്തെ ചോപ്പാക്കി എടുക്കണം. പിന്നെ എല്ലാ എല്ലാ രാജ്യത്തിൽ പല രീതിക്ക് കറി എന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലത്തെ പല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേപോലത്തെ ഉണ്ടാവില്ല, എല്ലാവരുടെ വേറെ സ്റ്റൈലിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ നാട്ടിൽ പോയ ശരിക്കും മുളക് കറി ഇതൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ സംഭവം. പക്ഷെ ഞാനിവിടെ ഓരോരോ സ്ഥലത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ താമസിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഓർമ്മ വെച്ചിട്ട് ഞാൻ ഈ കറിയോറും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനിത് തയ്യാറാക്കുമ്പോൾ എനിക്ക് കൂടെ ശരിക്കും അറിയില്ല ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എൻ്റെ വീട്ടിൽ നന്നായിട്ട് കുട്ടികൾക്ക്, എൻ്റെ ഹസ്ബൻഡ്ക്ക് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത് കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങളുടെ കൂടെ ഞാൻ വീഡിയോ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട്, അപ്പോൾ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ പറഞ്ഞിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ തന്നെ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നന്നെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ നാടൻ ഫുഡ് കറി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ 2 പച്ചമുളക് ഇതേപോലത്തെ ഒരു പച്ചമുളകിൻ്റെ 2 പീസാക്കി എടുത്തിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അല്പം കറിവേപ്പില, പിന്നെ പച്ചമുളകോ ഈരയോ ഉപ്പ്. പിന്നെ എന്തായാലും ഞാൻ എല്ലാ റെസിപ്പിയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടാം അല്ലെങ്കിൽ കമ്മിയാക്കട്ടെ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോകുമ്പോൾ ശരിക്കും എൻ്റെ വീട്ടിൽ എത്ര ഇതൊക്കെ ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വന്നു. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി. പക്ഷേ നല്ല ഒരു ചെറുള്ളിൻ്റെ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി വന്ന ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണായിട്ട് കശ്മീരി റെഡ് ചില്ലി പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണായിട്ട് ഉലുവപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണായിട്ട് കുരുമുളക് പൊടി. പിന്നെ ഞാൻ കശ്മീരി റെഡ് ചില്ലി ചേർത്തിട്ടുണ്ടല്ലേ, അത് ഒരുപാട് എരിവില്ല, പക്ഷെ കുറച്ച് കളറ് നല്ല ബെറ്ററായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അത് കാരണം ഞാൻ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണായിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ചിലവർക്ക് മുളക് കറിക്കും മല്ലിപ്പൊടി ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലാണ്ട് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി നമ്മുടെ ചോപ്പാക്കി എടുത്ത് വെച്ചില്ലേ, ഈ തക്കാളി ഇതേപോലത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി സോഫ്റ്റ് സ്മൂത്ത് വരെ നമുക്ക് നന്നായിട്ട് എന്താ പറയുക യോജിപ്പിയെടുക്കാം. പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കുറച്ച് നാരങ്ങൻ്റെ ഇത്തിരി വലുപ്പമായിട്ട് ഞാൻ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൽ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീരെടുത്തിട്ടുണ്ട്. അതേ നീര് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്, പുളിവെള്ളം. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിൽ
പിന്നെ കുറച്ച് അല്പം കറിവേപ്പില ചേർത്തിട്ട് ഇനി ഒരു തള വരുന്നുണ്ട്. വേറെ തള വന്ന ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടി മസാലയും പിന്നെ ഈ പുളി ഇതൊക്കെ ചേർത്തില്ലേ, ഇതൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും ചെറിയുള്ളി ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ, നമ്മൾ ചോപ്പാക്കി ചേർക്കുമ്പോൾ ശരിക്കും കറിക്ക് നല്ല ഒരു ബോഡി കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു കുറുകിയായിട്ട് നമുക്ക് ഒരു കറി കിട്ടുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അല്ല ഞാനൊക്കെ ഒരേ പ്രാവശ്യം ചപ്പാത്തിക്ക് കണ്ടിട്ടുണ്ട്. ശരിക്കും എന്താ പറയുക, ഒരുപാട് വെള്ളം പോലായിട്ട് കറി ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഇഷ്ടമാണ്, ചിലവർക്ക് നല്ല കുറുകയായിട്ട് കട്ടിയായിട്ട് കറി അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിക്ക് കുറച്ച് ചാറ് ഒഴിച്ച് കളിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് 2 കപ്പ് വെള്ളം പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നന്നായി തിളപ്പിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായി തിളപ്പിച്ച ശേഷം നമുക്ക് മീൻ ആഡാക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് മീൻ ഇതൊക്കെ ആഡാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 10-12 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു തള വന്ന ശേഷം ഇങ്ങനെ പകുതി മൂടി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് ഒരു തള വന്ന ശേഷം നമുക്ക് പകുതി പ്ലേറ്റ് മൂടി വെച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഒരു 10-12 മിനിറ്റ് കറിക്ക് നമ്മൾക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ലൂസില്ല, ഒരുപാട് കട്ടുമില്ല, ഒരു പാകത്തിൽ മീഡിയമായിട്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കുറുകിയായിട്ട് വേണമെങ്കിൽ കട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ക്വാണ്ടിറ്റി കൂടിയാൽ മതി. പക്ഷേ സംഭവം എന്താ, നമുക്ക് വെള്ളം പിന്നെ ചേർക്കുമ്പോൾ പച്ചവെള്ളം മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ലൈറ്റ് കുറച്ച് ചൂടാക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ കറിക്ക് ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ, നല്ല ഇൻഹാൻസ് ആയിട്ട് വരും. അല്ലാണ്ട് നന്നായിട്ട് ഉണ്ടാവില്ല, ടേസ്റ്റ് ഇതൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് അല്പം കറിവേപ്പില ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതാ നോക്കിക്കോ, ഒരു പാകത്തിൽ കറി ആയിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി കൂടെ ചേർത്തല്ലേ, അതിൽ കളറ് നല്ല അടിപൊളിയായിട്ട് കറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുള്ളൻ മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയില മത്തി എന്ത് മീൻ വേണമെങ്കിൽ എടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അയില ഇതൊക്കെ ബേബി അയില ഉണ്ടാവില്ലേ, കുട്ടി അയില, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ല നാടൻ മത്തി ഇതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ ഇതേവരെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ, നല്ല അടിപൊളി. പിന്നെ ഞാൻ ഇതിൽ മുന്നേ തേങ്ങ അരച്ചത്, തേങ്ങ പാലെടുത്തത്, തേങ്ങ ഇല്ലാത്ത കറികളൊക്കെ അങ്ങനെ കുറേ മീൻ കറിൻ്റെ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് വാച്ചാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ കറി എങ്ങനെയുണ്ട് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത്, അല്ലാണ്ട് എല്ലാവരും പെർഫെക്റ്റായിട്ട് ഒന്നും ഉണ്ടാവില്ല, എന്തൊക്കെ കുറവ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് ഒന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ അടുത്ത വീഡിയോക്ക് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടൊരു റെസിപ്പി വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, സ്റ്റേ ഹാപ്പി.